Good afternoon, children. Today we are continuing the lesson 6, our body. In the previous class we have discussed about organ systems and internal organs, external organs. And internal organs ne kurichana nammal inna ee class il പഠിക്കാൻ പോകുന്നത്. Internal organs. All internal organs are protected by bones. ബോൺസിനായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാ ഇന്റേണൽ ഓർഗൻസിനും. Why all these internal organs are protected by a covering called bones? എന്തിനാണ് ഈ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഒരു ബോണിന്റെ അടച്ചട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഒരു അസ്ഥികൂടത്തിന്റെ ഒരു പ്രൊട്ടക്ഷനിനുള്ളിൽ ഇന്റേണൽ ഓർഗൻസ് ഉള്ളത്? കാരണം ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കാണുന്ന ഓർഗൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, നമ്മുടെ ബ്രെയിൻ, ഇങ്ങനെയുള്ള ഈ എല്ലാ ഇന്റേണൽ ഓർഗൻസും ആ ബോൺസിനെ കൊണ്ടുള്ള ഒരു കവറിങ്ങിനുള്ളിലാണ് കാണപ്പെടുന്നത്. ദീസ് ഓൾ ഇന്റേണൽ ഓർഗൻസ് ആർ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഓർഗനാണ് ഇന്റേണൽ ഓർഗൻസ്. അതിന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇതിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന് ഡാമേജസ് ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഈസ് ദ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇന്റേണൽ ഓർഗൻ. അപ്പോൾ നമ്മുടെ ബ്രെയിന് ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്? സ്കൾ ഓർ ക്രേനിയം. സ്കള് അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്ന ഒരു കവറിങ്ങിനുള്ളിലാണ് തലച്ചോറ് എന്ന് പറയുന്ന ബ്രെയിൻ കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ തലയോട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ് സ്കള്. സ്കളിന് പറയുന്ന വേറൊരു പേരാണ് ക്രേനിയം. അപ്പോൾ ഈ സ്കൾ അഥവാ ക്രേനിയത്തിനുള്ളിലാണ് നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, എല്ലാ ഇന്റേണൽ ഓർഗൻസും, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, ഈ എല്ലാ ഇന്റേണൽ ഓർഗൻസും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു ബോൺസിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. ഈ ഹാർട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ചെസ്റ്റിനുള്ളിൽ അല്ലെ, നമ്മുടെ റിബ്സ്, നമ്മുടെ വാരിയെല്ലുകൾ കൊണ്ട് ഒരു കൂട് പോലെ ഉണ്ടായിരിക്കുന്നതിനുള്ളിലാണ് നമ്മുടെ ഹാർട്ടും ലങ്സും എല്ലാം ഇരിക്കുന്നത്. അതും എന്ത് ചെയ്യുന്നു? ഈ ബോൺസിന്റെ ഒരു കവറിങ്ങിനുള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്റേണൽ ഓർഗൻസ് എല്ലാം വളരെ സോഫ്റ്റും ഡെലിക്കേറ്റും ആയതുകൊണ്ട് അതിനിങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബോൺസ്, നമ്മൾ പറഞ്ഞു സ്കളിനുള്ളിലാണ് നമ്മുടെ ബ്രെയിൻ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രെയിനിന് ഈ ബോൺസ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് സ്യൂച്ചർ അല്ലെങ്കിൽ സിക്സാഗ് ബോൺസ് എന്ന് പറയും. അതുകൊണ്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തതാണ് നമ്മുടെ ബ്രെയിൻ. തലയോടിലെ അസ്ഥികൾ വളരെ അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. തലയോടിലെ അസ്ഥികൾ അല്ലെങ്കിൽ ബോൺസ് ഒന്നും ചലിക്കാൻ പറ്റില്ല. നമ്മുടെ ലോവർ ജോ മാത്രമേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയും ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിൻസ് ആണ് അവിടെ കാണപ്പെടുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. All the internal organs protected by the skeletal system. Skeletal system എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥി വ്യവസ്ഥ, നമ്മളുടെ അസ്ഥികൂടം എന്ന് നമ്മൾ പറയില്ലേ. ഈ ബോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ബോൺസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നത് കൂടാതെ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് നൽകുന്നതും ഈ സ്കെലിറ്റൽ സിസ്റ്റമാണ്. Skeleton, അസ്ഥികൂടം അല്ലെങ്കിൽ skeletal system give particular shape to our body and also it protect internal organs and it helps to move. Movement ഈ
ബോൺസ് അല്ലെങ്കിൽ സ്കെലിട്ടൻ നമ്മളെ സഹായിക്കുന്നു. Then we are going to study about brain and nervous system. Brain and nervous system. Nervous system എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയാണ്. nervous system means നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ nervous systemത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? brain, spinal cord and nerves. It include nervous system include brain, spinal cord and nerves. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് nervous system. അപ്പോൾ ബ്രെയിനും nervous systemമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The size of our brain is small compared to the size of our body. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ബ്രെയിൻ പക്ഷേ ഇത്രയും ചെറുതാണ്, നമ്മുടെ ശരീരത്തിനേക്കാളും വളരെ ചെറിയ സൈസാണ് നമ്മുടെ ബ്രെയിൻ ഉള്ളതെങ്കിലും ബ്രെയിൻ കൺട്രോൾ ഓൾ ദ ആക്ഷൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ഷനുകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ബ്രെയിനാണ്. ബ്രെയിൻ കൺട്രോൾ ഓൾ ദ ആക്ഷൻസ് ഇൻ അവർ ബോഡി. ആൻഡ് വെദർ വി സ്ലീപ് ഓർ awake, നമ്മൾ ഉണർന്നിരുന്നാലും ഉറങ്ങുന്ന സമയത്തും ദ ബ്രെയിൻ ഈസ് നെവർ ഇഡിൽ. അപ്പോൾ ബ്രെയിൻ ആ ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അത് ഫുൾ ടൈം നമ്മുടെ ഹാർട്ടൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ അത് ബ്രെയിനും പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു. ഇറ്റ് കീപ്സ് പ്രോസസ്സിംഗ് മെസ്സേജസ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇങ്ങനെ ഓരോ മെസ്സേജസും പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും ആരാ? ബ്രെയിൻ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയക്കുകയും അവിടെ നിന്നുള്ള മെസ്സേജസ് ഒക്കെ സ്വീകരിക്കുകയും അനലൈസ് ചെയ്ത് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ഓക്കെ, ബ്രെയിൻ ഇൻക്ലൂഡ്സ് വിച്ച് സിസ്റ്റം? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം കണ്ടെയ്ൻസ് ബ്രെയിൻ, spinal cord and nerves. Now we are going to study about the brain. Okay, ബ്രെയിനിന് പ്രധാനമായിട്ടും കുറെ ഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്നത് മെയിൻലി 3 parts ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Which are the 3 parts? Main 3 parts of a brain: cerebrum, cerebellum, medulla oblongata. Cerebrum, cerebellum, medulla oblongata. We are going to study which part? Parts of the brain. തലച്ചോറിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? cerebrum, cerebellum, medulla oblongata. These are the 3 main parts of brain. And cerebrum is the largest part of the brain. ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് cerebrum ആണ്. Cerebrum is the largest part of the brain. It allows us to sense things around us, to move about and so on. അപ്പോൾ എന്താണ്? എല്ലാ തിങ്സിനെയും സെൻസ് ചെയ്ത് അറിയുവാൻ നമുക്ക് സെറിബ്രം സഹായിക്കുന്നു. നമ്മൾ പഠിക്കുന്നതും ഓർമ്മിച്ചെടുക്കുന്നതും ഭാവന, ചിന്ത, ഓർമ്മ ഇതെല്ലാത്തിൻ്റെയും സെന്റർ, കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഫസ്റ്റ് വൺ സെറിബ്രം. Cerebrum is the largest part of the brain. Cerebrum is the largest part of the brain. Next one, cerebellum. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. ഇത് സ്മോളസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബെല്ലം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് ആൾസോ നോൺ ആസ് ലിറ്റിൽ ബ്രെയിൻ. അത് എന്ത് പേരിലും അറിയപ്പെടുന്നു? ലിറ്റിൽ ബ്രെയിൻ എന്നും സെറിബെല്ലം അറിയപ്പെടുന്നു. ഇറ്റ് കൺട്രോൾ, ഇറ്റ് കോർഡിനേറ്റ് ഓൾ മസ്കുലാർ ആക്ടിവിറ്റീസ്. സെറിബെല്ലമാണ് നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ആരാണ്? സെറിബെല്ലം. അപ്പോൾ സെറിബ്രമാണ് ഏറ്റവും വലിയ ഭാഗം. അതിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന
ചെറിയ ഭാഗമാണ് സെറിബെല്ലം. Which is the cerebellum. Cerebellum controls and coordinates all muscular activities. It is responsible for muscular coordination. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലം ആണ്. Then next one is the medulla oblongata. Next one is the medulla oblongata. Medulla oblongata. Okay, medulla oblongata. These are the new words. You should write and study. Then you will become familiar with these words. Okay. Then the next part is the medulla oblongata. Medulla oblongata എന്ന് പറഞ്ഞാൽ അത് കുറേ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾസ് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ് ആൻഡ് ഡൈജഷൻ. മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ബ്രീത്തിങ്, heartbeat and digestion. Medulla oblongata seen just below the cerebellum. Cerebellത്തിന് തൊട്ട് താഴെ ഏകദേശം നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് വരും. അപ്പോൾ സെറിബെല്ലത്തിന് തൊട്ട് താഴെയായിട്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ആ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് സ്പൈനൽ കോഡ് കാണുന്നത്. So medulla oblongata controls the involuntary actions like breathing, heartbeat and ഡൈജഷൻ. നമ്മുടെ ഹാർട്ട് ബീറ്റിനെയും അതുപോലെ നമ്മുടെ ശ്വസനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഇപ്പോൾ ഈ ബാക്കിൽ നമ്മൾ പറയില്ലേ തലയടിച്ച് വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സഡൻ ഹിറ്റ് ടു ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഈ ബാക്ക് സൈഡിൽ നമുക്ക് പെട്ടെന്ന് ഒരു അടി ഏറ്റാലോ അടിച്ചു വീണാലോ നമുക്ക് ഡെത്ത് സംഭവിക്കാം. ബിക്കോസ് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ ബ്രീത്തിങ്ങിനെയും ഹാർട്ട് ബീറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബ്രെയിൻ. സോ എപ്പോഴും നമ്മൾ അതിന് വളരെ കെയർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്ന ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബ്രെയിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ ബ്രെയിൻ പ്രവർത്തനരഹിതമായാൽ നമ്മൾ കോമ സ്റ്റേജിൽ ഒരു അനക്കവുമില്ലാതെ നമ്മൾ ശവം പോലെ കിടക്കേണ്ടി വരും. കാരണം അത്രയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ബ്രെയിനാണ്. ഹാർട്ട് നിലച്ചാലേ നമ്മൾക്ക് എന്ത് പറ്റുള്ളൂ? നമ്മളെ ജീവൻ പോവുകയുള്ളൂ. പക്ഷേ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ നമ്മൾ മരിക്കില്ല, നമ്മൾ അങ്ങനെ കോമ സ്റ്റേജിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മളിപ്പോൾ ഇരിക്കാനും പ്രവർത്തിക്കാനും നിൽക്കാനും ചിരിക്കാനും ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെയിൻ അത്രയും പ്രൊട്ടക്റ്റീവായിട്ടാണ് നമ്മുടെ ശരീരത്ത് ബ്രെയിൻ ഉള്ളത്. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഫുള്ളി ഗ്രോൺ ആയിട്ട് നല്ല വളർച്ചയെത്തിയ ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ബ്രെയിന് ഏകദേശം 1.3 to 1.4 കിലോഗ്രാം ഭാരം ഉണ്ടാവും. അത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെയിനിൻ്റെ ഭാരം. 1.3 to 1.4 kilogram of brain. And നമ്മൾ 3 parts ആണ് പഠിച്ചത് ബ്രെയിനിൻ്റെ. ഇതൊക്കെയായിരുന്നു സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. Next, the brain sends and receives messages from all parts of the body. ബ്രെയിൻ എന്ത് ചെയ്യുന്നു? മെസ്സേജസ് നമ്മുടെ ശരീരത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്നുള്ള എല്ലാ മെസ്സേജസും സ്വീകരിച്ച് ഇതെന്ത് ചെയ്യുന്നു? നെർവ്സ് വഴി ബ്രെയിനിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻസ്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചില റിഫ്ലെക്സ് ആക്ഷനുകൾ നടക്കാറുണ്ട്. ആൻഡ് വിത്തൗട്ട് ദ സിഗ്നൽ ഫ്രം ദ ബ്രെയിൻ. ബ്രെയിനിൽ നിന്ന് ഒരു സിഗ്നലും കിട്ടാതെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നത്? റിഫ്ലെക്സ് ആക്ഷൻസ്. റിഫ്ലെക്സ് ആക്ഷൻസ് മീൻസ് സഡൻ ആയിട്ടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് അല്ലേ? നമ്മളൊരു ചൂടുള്ള വസ്തുവിൽ ടച്ച് ചെയ്താൽ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കും. ആ കൈ വലിച്ചതിന് ശേഷമാണ് നമ്മൾ ചൂടുള്ള വസ്തുവിൽ തട്ടി എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ എവിടെ വരുന്നില്ല? ബ്രെയിൻ വരെ എത്തുന്നില്ല.
And deliberate actions all are controlled by the brain. ബാക്കിയുള്ള എല്ലാ ആക്ഷൻസും റിഫ്ലെക്സ് ആക്ഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു ചൂടുള്ള വസ്തുവിൽ ടച്ച് ചെയ്യുക, മുള്ളിൽ കാല് ചവിട്ടുക, സഡൻ ആയിട്ട് എന്തെങ്കിലും ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മുടെ വണ്ടി ബ്രേക്ക് ചെയ്യുക, അങ്ങനെയുള്ള ആക്ഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. അത്തരം റെസ്പോൺസ് ആണ് റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതെവിടെ കൺട്രോൾ ചെയ്യുന്നില്ല? ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള എല്ലാ ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. സോ ചിൽഡ്രൻ, യു റീഡ് ദ ലെസൺ 6, പേജ് നമ്പർ 186 and page number 187, and underline the new terms and write and study the spellings and pronounce these new words. Okay, thank you children, have a nice day.